ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കിഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നറിയോ? നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് പടിപടിയായിട്ട് ഇംഗ്ലീഷിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റാൻ പറ്റുക, ജീവിതമാക്കി മാറ്റാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് പടിപടിയായിട്ട് ഇംഗ്ലീഷിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുക എന്നാണ് കേട്ടോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പല കാര്യങ്ങളുടെയും പേര് ഇംഗ്ലീഷിൽ നമുക്ക് പറയാനറിയാം. നമുക്ക് എക്സാമ്പിൾ പറയാം. ഫാനിനെ ഫാൻ തന്നെയല്ലേ പറയുക, അത് ഇംഗ്ലീഷ് വേർഡാണ്. ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലേ ടേബിൾ എന്താന്ന്. ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്കറിയാം. പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്കറിയാം. പക്ഷേ നമ്മൾ ചില ഭാഷകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളുടെ മലയാളം അല്ലാതെ വേറെ ചില ഭാഷകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും അവരുടെ മാതൃഭാഷയിൽ വാക്കുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അറബി എടുത്ത് നോക്കുകയെന്ന് വിചാരിക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. അറബി ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ നമ്മളുടെ മൊബൈലിനെ, ഏത് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരായിക്കോട്ടെ, മൊബൈൽ തന്നെയാണ് പറയുക അല്ലേ. അവർക്ക് പക്ഷേ മൊബൈലിനെ പോലും അവർ അറബിയിൽ ജവാൽ എന്നാണ് പറയുക. അതായത് ഒരു അറബിക് നെയിം ഉണ്ട് മൊബൈലിന് വരെ. നമ്മളോട് മൊബൈലിൻ്റെ മലയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടണം എന്നില്ല അല്ലേ, പല കാര്യങ്ങളും. അതുപോലെ കറണ്ടിന് നമ്മൾ കറണ്ട് തന്നെയാണ് പറയുക അല്ലേ. വൈദ്യുതി എന്നൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ അത്രയും മലയാളത്തിൽ ഭയങ്കരമായിട്ടുള്ള അറിവുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപികമാരായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, മലയാളത്തിൽ വളരെയധികം നോളജുള്ള ആൾക്കാരായിരിക്കുള്ളൂ വൈദ്യുതി എന്നൊക്കെ പറയുക. നമ്മൾ ഒരു സാധാ ഒരു മലയാളിയുടെ വീട് എടുക്കുകയാണെങ്കിൽ ഇന്ന് കറണ്ട് ഉണ്ടോ എന്നല്ലേ ചോദിക്കുക. അപ്പോൾ കറണ്ട് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളുടെയും പേര് നമുക്ക് ഇംഗ്ലീഷിൽ പറയാനറിയാം. നമ്മൾക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഉച്ചാരണം അറിയില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. ഇന്ന് നമ്മളുടെ ക്ലാസ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വൊക്കാബുലറി കൂട്ടാം, ഇംഗ്ലീഷ് വൊക്കാബുലറി എങ്ങനെയൊക്കെ കൂട്ടാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബേസിക് ലെവലിലുള്ള ഒരാൾക്ക് പോലും എങ്ങനെ വൊക്കാബുലറി കൂട്ടാം എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏതൊരു ലെവലിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചുകൊണ്ടേയിരിക്കും അല്ലേ നമ്മൾ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് പോകാനായിട്ട് കൂടുതൽ വാക്കുകൾ പഠിക്കും. ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകാനുള്ള അഡ്വാൻസ്ഡ് വാക്കുകൾ പഠിക്കും. അഡ്വാൻസ്ഡ് ലെവലിലുള്ള ആളാണെങ്കിൽ കൂടുതൽ വൊക്കാബുലറി പിന്നെയും ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ ഏതൊരു ലെവലിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും വൊക്കാബുലറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ നമുക്ക് വൊക്കാബുലറി കൂട്ടാം, പഠിച്ചു വെച്ച വാക്കുകളെ നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ചില വാക്കുകൾ നമ്മൾക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതായത് ഒരുപാട് പ്രാവശ്യം നമുക്കൊരു ദിവസത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്. എളുപ്പത്തിൽ ചെയ്യ്, സാധാരണ, അല്ലെങ്കിൽ കുഴപ്പം, പിന്നെ അതുപോലെ പ്രയോജനം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഭംഗി, ഇതൊക്കെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരുപാട് തവണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ. അപ്പോൾ ഒരു ബേസിക് ലെവലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി ഒരുപാട് യൂസ് ചെയ്യുന്ന മലയാളം വാക്കില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് മലയാളം സെൻറ്റൻസിലേക്ക് ആ ഇംഗ്ലീഷ് വാക്കിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ലയിപ്പിക്കുക. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നീ സത്യം പറയ്, അപ്പോൾ നീ ട്രൂത്ത് പറയ്. ഇനി മുറി ഇംഗ്ലീഷാണ്, വാലൻ ഇംഗ്ലീഷാണെന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കാം. പക്ഷേ നമ്മൾക്ക് നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇംഗ്ലീഷിനോടുള്ള ഭയം മാറ്റിയെടുക്കാനും ഇതൊരു അടിപൊളി ട്രിക്കാണ് കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിനക്കതുകൊണ്ട് എന്താ പ്രയോജനം, അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് എന്താ ഗുണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അതിനെ ഗുണം, പ്രയോജനം, ഈ വാക്കിനൊക്കെ പകരം നമ്മൾ ബെനിഫിറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കെന്താ ബെനിഫിറ്റ്, ഞാനത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ ഗുണം എന്ന് നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ ആ ഗുണത്തിന് പകരം നമുക്ക് ബെനിഫിറ്റ് എന്ന് ഉപയോഗിക്കാം. അത് ചെയ്തതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം, അത് ചെയ്തതുകൊണ്ട് എനിക്കെന്താ ബെനിഫിറ്റ്. അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് നമ്മൾ പതുക്കെ എടുത്തിടാൻ തുടങ്ങുക. അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലുള്ളൊരു ഗുണം ഞാൻ പറയാം. എറേഴ്സ് കുറവായിരിക്കും, മിസ്റ്റേക്സ് കുറവായിരിക്കും. ബിന്ദു പണിക്കർ നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഇത് ഞങ്ങളുടെ ഓർഫൻസ് ആണെന്ന് സ്വന്തം മക്കളെ പറയുന്നുണ്ട്. അതായത് കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചിട്ട് അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയൊന്നും നമുക്ക് വരില്ല കേട്ടോ. ദിവസേന ഒരു വാക്കെങ്കിലും നമ്മൾ പഠിച്ചാൽ മതി. ആ വാക്ക് പഠിക്കുക, ആ വാക്ക് പഠിച്ചിട്ട് അതിൻ്റെ മീനിങ് പഠിക്കുക, അതിൻ്റെ ഉച്ചാരണം പഠിക്കുക. എന്നിട്ട് നമ്മളത് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. ഇപ്പോൾ ആ പൈപ്പ് തുറന്നേ എന്നതിന് പകരം ആ ടാപ്പ് തുറന്നേ എന്ന് നമുക്ക് പറയാം.
ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ ആ പൂവ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത് ആളുകൾ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ കേട്ടോ. പക്ഷേ നമ്മൾ മറ്റുള്ളവർ കളിയാക്കി നിൽക്കുന്നത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളുടെ ലൈഫിൽ എവിടെയും എത്തിപ്പെടാൻ പറ്റില്ല. മുറി ഇംഗ്ലീഷാണ്, മംഗ്ലീഷാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞേക്കാം. പക്ഷേ കുഴപ്പമില്ല, മംഗ്ലീഷൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. അതായത് അയ്യോ അത് നനഞ്ഞിരിക്കുകയാണല്ലോ, നമ്മൾ അത് വെറ്റാണല്ലോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിവിടെ ഏത് വാക്ക് പഠിച്ചു? വെറ്റ്, നനവ് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു. നമുക്ക് കഷ്ടപ്പാടൊന്നുമില്ലാതെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഡെയിലി നമ്മൾക്ക് ഒരു വാക്കെങ്കിലും പഠിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ പഠിച്ച വാക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ ചെറിയൊരു നോട്ട് പാഡ് എടുത്തിട്ട് അതിലോ നമ്മൾ പഠിക്കുന്ന വാക്കുകളെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിളും കൂടി എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ എങ്കിലും കൂടി നമ്മൾ പഠിക്കുന്ന വാക്ക് എഴുതി വെക്കുക, അതിൻ്റെ അർത്ഥവും അവിടെ തന്നെ എഴുതി വെക്കണം. എന്നാലാണ് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതെന്താണെന്ന് ഓർമ്മയില്ല എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയി നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് വാക്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട്. എത്ര എണ്ണാണെന്നൊന്നും ഞാൻ കറക്റ്റ് കൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഇതാണ്, കുറച്ച് വാക്കുകൾ നമുക്ക് ഡെയിലി ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നല്ലതല്ലേ എന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വാക്കുകൾ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാക്കുകളിലേക്ക് പോവാം. പ്രോമിസ്, നീ എനിക്ക് സത്യം ചെയ്യ്, നീ ഇനി അത് ചെയ്യില്ല എന്ന്. നീ എന്നോട് പ്രോമിസ് ചെയ്യ്, നീ ഇനി അത് ചെയ്യില്ല എന്ന്. അപ്പോൾ പ്രോമിസ്, സത്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോമിസ് എന്നുള്ള വാക്ക് ഇനി കുട്ടികളൊക്കെ ഇനി മുതൽ ഞാൻ നന്നായി പഠിച്ചോളാം എന്നൊക്കെ പറയില്ലേ നമ്മളുടെ അടുത്ത്. എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ പറയും ഇനി മുതൽ ഞാൻ നന്നായി പഠിച്ചോളാമേ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ നീ പ്രോമിസ് ചെയ്യ്, ഇനി മുതൽ നീ നന്നായി പഠിക്കാമെന്ന്. നീ സത്യം ചെയ്യ്, ഇനി നീ നന്നായി പഠിക്കാമെന്ന്. അല്ലെങ്കിൽ നീ പ്രോമിസ് ചെയ്യ്, ഇനി ആ കാര്യം നീ ചെയ്യില്ല എന്ന്. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് നമ്മൾ പിടിക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയില്ലേ ഇനി അത് ചെയ്യരുത് കേട്ടോ, അത് ചെയ്യില്ല എന്ന് അമ്മയോട് സത്യം ചെയ്യ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാം നീ എന്നോട് പ്രോമിസ് ചെയ്യ് എന്ന് പറയാം കേട്ടോ. പിന്നെ അതുപോലെ അത് ഭയങ്കര എളുപ്പമാണ്. ഈസി എന്നുള്ളൊരു വാക്ക് നമ്മൾ ഒരുപാട് പേര് ഡെയിലി യൂസ് ചെയ്യുന്നൊരു വാക്കാണ് അല്ലേ. അത് ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഈസി, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എളുപ്പം എന്നുള്ളൊരു അർത്ഥമാണല്ലോ ഈസിക്ക് വരുന്നത്. അപ്പോൾ അത് ഞാൻ എളുപ്പത്തിൽ ചെയ്യും, അത് ഞാൻ ഈസിലി ചെയ്യും, അല്ലെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കണം കേട്ടോ. നമ്മളുടെ റൂമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്, അലങ്കോലമായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലങ്കോലം എന്നതിന് പകരം നമുക്ക് മെസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ ആകെ മെസ്സായി കിടക്കുകയാണല്ലോ. കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ആകെ കുത്തിക്കുഴഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ പറയാം കുട്ടികൾ ആകെ മെസ്സാക്കിയിട്ടേക്കാണ് വീടിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയാം. എന്നുള്ള വാക്കിന് കുഴപ്പം എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അലങ്കോലം എന്നുള്ള അർത്ഥം മാത്രമല്ല, കുഴപ്പം എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട്. ഇന്ന് ആകെ കുഴപ്പം പിടിച്ച ദിവസമാണല്ലോ, ഇന്ന് ആകെ മെസ്സി ആയിട്ടുള്ള ഒരു ദിവസമാണല്ലോ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ആകെ കൂട്ടിക്കുഴഞ്ഞ് കിടക്കുക, അലങ്കോലമായി കിടക്കുക എന്നുള്ളതിനെ നമ്മൾ മെസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മളുടെ റൂമിൽ ക്ലോത്ത്സ് ഒക്കെ അലക്കിയതൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്, എല്ലാം മടക്കിയൊന്നും വെച്ചിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ക്ലോത്ത്സ് ഒക്കെ ആകെ മെസ്സായി കിടക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സൊക്കെ ആകെ കുത്തിക്കുഴച്ച് ഫോൾഡ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ വൃത്തിയേടാക്കി കുത്തിക്കുഴച്ച് പിള്ളേരൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ ഓരോന്നൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ പറയും ഈ കബോർഡൊക്കെ ആകെ മെസ്സായിട്ട് കിടക്കുകയാണല്ലോ, അല്ലെങ്കിൽ കബോർഡൊക്കെ ആകെ മെസ്സി ആണല്ലോ എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ മെസ് എന്നുള്ള വാക്ക് അത് ഓർത്ത് വെച്ചോളൂ. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് എന്നുള്ളതിന് പകരം നമുക്ക് ഹാർഡ്ന്ന് യൂസ് ചെയ്യാം. ഇംഗ്ലീഷൊക്കെ നല്ലോണം അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർ എന്നെ കളിയാക്കുന്നുണ്ടാവും, ഞാൻ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന്. പക്ഷേ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കൂടുതലും ഈ സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹാർഡ് എന്ന് തന്നെ യൂസ് ചെയ്യാം നമുക്ക്. പറയും അയ്യോ ആ കണക്ക് ഞാനിന്ന് ചെയ്തില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ അത് ഭയങ്കര ഹാർഡായിരുന്നു എന്ന് പറയാം. ആ കറി ഉണ്ടാക്കാൻ പറ്റിയില്ലാന്നേ, ആ കറി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ ആ കറി ഉണ്ടാക്കാൻ ഭയങ്കര ഹാർഡാണ്, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹാർഡ് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ബുദ്ധിമുട്ടുള്ള പണിയാണ്, അത് ഭയങ്കര ഹാർഡായിട്ടുള്ള പണിയാണ്. അപ്പോൾ ഹാർഡ് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഒരുപാട് ഉപയോഗിക്കും. പ്രശ്നത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പ്രോബ്ലം. പക്ഷേ എന്തിവിടെ പ്രശ്നം, എന്താ ഇവിടെ പ്രോബ്ലം? അപ്പോൾ പ്രശ്നം എന്നുള്ളതിനെ നമുക്ക് മാറ്റിയിട്ട്
പ്രോബ്ലം എന്നുള്ളത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. നമുക്ക് ദിവസവും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് മതി. ഈ കുഞ്ഞി ഇമ്പ്രൂവ്മെൻറ്റ്സ് ലാസ്റ്റ് നമുക്ക് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റിന് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അയ്യോ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, പക്ഷേ നമ്മളിത് ഡെയിലി ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, പ്രായോഗികമാക്കണം, പ്രാക്ടീസിൽ കൊണ്ടുവരണം നമ്മൾ ഈ വാക്കുകൾ. അപ്പോൾ പ്രശ്നത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പ്രോബ്ലം. ഓ അവിടെ എന്താ പ്രോബ്ലം? നീ എന്ത് പ്രോബ്ലം എന്ന് ഉണ്ടാക്കിയേ, നീ എന്ത് പ്രശ്നം എന്ന് ഉണ്ടാക്കിയേ. അപ്പോൾ പ്രോബ്ലം എന്നുള്ള വാക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അതുപോലെ തന്നെ കളേഴ്സ് അല്ലേ, അത് വൈറ്റ് കളറ്, ഇത് റെഡ് കളറാണ്. അപ്പോൾ കറുപ്പ്, ചുവപ്പ്, മലയാളത്തിനെ മറക്കണം എന്നല്ല പറയണേ കേട്ടോ. നമ്മുടെ മലയാളം നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മളിപ്പോൾ ഒരു മാസം 2 മാസം സംസാരിച്ചില്ലെങ്കിലും നമ്മൾ മലയാളം മറക്കാൻ പോകുന്നുണ്ടോ? നമ്മൾ ചെറുപ്പം മുതലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണല്ലേ മലയാളം. മലയാളത്തിനെ നമ്മൾ മറക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ കളേഴ്സിനെയൊക്കെ എന്തെങ്കിലും കളറ് പറഞ്ഞിട്ട് പറയേണ്ട കാര്യം വരുമ്പോൾ കളേഴ്സിനെ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഇത് നമ്മളുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യും. നീ ആ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്ക്. നീ ആ ജോലിയൊക്കെ ക്വിക്കായിട്ട് തീർക്കാൻ നോക്ക്. ക്വിക്ക് എന്നുള്ള വാക്ക്, ക്വിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് ക്വിക്കിന് വരുന്നത്. അപ്പോൾ വേഗം ഇറങ്ങാൻ നോക്ക്, ക്വിക്കായിട്ട് ഇറങ്ങാൻ നോക്ക്. സ്കൂളിൽ പോകാൻ സമയമായി, ഇങ്ങനെ ആഞ്ഞു നിൽക്കല്ലേ, വേഗം റെഡിയാവ്, ക്വിക്കായിട്ട് റെഡിയാവ്. അപ്പം ക്വിക്ക്, വേഗം എന്നുള്ള വാക്ക് ഇനി ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ. കുട്ടി ക്ലാസ്സിൽ ആരായിട്ടും ഇടപഴകണില്ല എന്ന് ടീച്ചർ പറഞ്ഞു. ഇടപഴകുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? മിങ്കിൾ. ഓക്കെ, കുട്ടി ആരായിട്ടും മിങ്കിൾ ചെയ്യണില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞ് അത് ശരിയായിക്കോളും. കുട്ടികളൊക്കെ ഒന്ന് ഇടപഴകി വരുമ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. കുട്ടികളൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് വരുമ്പോൾ സമയം എടുക്കുമായിരിക്കും. മിങ്കിൾ, ഇടപഴകുക. ഈ മിങ്കിൾ എന്നുള്ള വാക്ക് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ അത്ര പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇടപഴകുന്ന ടൈപ്പല്ല എന്നൊക്കെ ആളുകൾ പറയില്ലേ ചിലർ. അപ്പോൾ ഞാൻ അത്ര പെട്ടെന്ന് എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യണ കൂട്ടത്തിലല്ല. മിങ്കിൾ, ഇടപഴകുക. അപ്പം അത് മറക്കാണ്ട് എഴുതി വെച്ചോട്ടാ. ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, കുറേ നേരമായല്ലോ, ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് പറയാം അല്ലേ. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തൊരു ഒച്ചപ്പാടും ബഹളമാണ്, എന്തൊരു നോയ്സിയാണ്. ഒച്ചപ്പാടും ബഹളത്തിനാണ് നമ്മൾ നോയ്സി അല്ലെങ്കിൽ നോയ്സ് എന്ന് പറയാം കേട്ടോ. അപ്പം നോയ്സി, നോയ്സ്, സൗണ്ട്, ഈ 3 വാക്കുകളും ഉപയോഗിച്ച് തുടങ്ങണം കേട്ടോ. ടൗണിൽ പോയിട്ടുണ്ടെങ്കിലുള്ള ഏറ്റവും പ്രശ്നം ഒച്ചപ്പാടും ബഹളമാണ്. ഭയങ്കര നോയ്സ്, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാട് ബഹളം, അതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. ടൗണിൽ പോയിട്ട് എന്തൊരു നോയ്സി ആയിരുന്നു, നോയ്സി. ഭയങ്കര ഒച്ചപ്പാടും ബഹളത്തിന് നമ്മൾ നോയ്സി. അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തൊച്ചയാണ്, അവിടെ നിന്ന് എന്ത് നോയ്സാണ്, ഡിസ്റ്റർബൻസ് ഉള്ളതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. ഓക്കെ, അവൻ അതിനോട് സമ്മതിച്ചോ, അവൻ അതിനോട് സമ്മതിച്ചോ, അവൻ സമ്മതിച്ചോ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? എഗ്രി. അവൻ അത് എഗ്രി ചെയ്തോ, അവൻ അത് എഗ്രി ചെയ്തോ. അപ്പം നീ സമ്മതിച്ചോ പോവാനായിട്ട്? നീ എഗ്രി ചെയ്തോ പോവാനായിട്ട്. അപ്പോൾ എഗ്രി എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ഉപയോഗം വരുന്നൊരു വാക്കാണ്. നമുക്കിനി അടുത്ത വാക്കിലോട്ട് പോവാം. ബെറ്റർ. ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭേദം, മെച്ചപ്പെട്ടത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. നിന്നേക്കാളും ഭേദം അവളായിരുന്നു, നിന്നേക്കാളും ബെറ്റർ അവളായിരുന്നു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ടത് എന്നുള്ള അർത്ഥം എപ്പോഴാണ് വരുന്നത്? ഇതിലും നല്ലത്, ഇതിലും മെച്ചപ്പെട്ടത് നമ്മൾ അവിടെ കണ്ടുല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇതിലും ബെറ്റർ സാധനം നമ്മൾ അവിടെ കണ്ടുല്ലോ. അപ്പോൾ ബെറ്റർ, മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ ഭേദം എന്നുള്ള അർത്ഥമാണ് കേട്ടോ ബെറ്ററിന് വരുന്നത്. വെള്ളം തെറിപ്പിക്കുക എന്ന് നമ്മൾ പറയില്ലേ. ആ റോഡിൻ്റെ സൈഡിൽ കൂടി നല്ല മഴയത്ത് പോയപ്പോൾ ആ വണ്ടി വെള്ളം തെറിപ്പിച്ചു പോയി എന്ന് നമ്മൾ പറയില്ലേ. അതിന് നമുക്ക് എങ്ങനെ പറയാം? ആ വണ്ടി മേത്തേക്ക് വെള്ളം സ്പ്ലാഷ് ചെയ്തു. വെള്ളം തെറിപ്പിക്കുക, വെള്ളം സ്പ്ലാഷ് ചെയ്തു, തെറിപ്പിക്കുക. നല്ല ഭംഗിയുള്ള പൂക്കൾ അല്ലേ മുറ്റത്തുണ്ടായി നിൽക്കുന്നത്. ഭംഗി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ആ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ആ ചേച്ചി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് തുടങ്ങണം. ഞാനത് സാധാരണ പറയണ പോലെ പറഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സാധാരണ പോലെ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാനത് കാഷ്വലായിട്ട് പറഞ്ഞതാണ് എന്ന് പറയാം. സ്കൂളിലേക്ക് സാധാ ഡ്രസ്സുകൾ ഇട്ട് വരണം എന്നൊക്കെ ടീച്ചേഴ്സ് പറയും അല്ലേ ചിലപ്പോൾ. അപ്പോൾ സ്കൂളിലേക്ക് കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്ത് വരണം എന്ന് പറയും. ഇന്നൊരു സാധാരണ ദിവസമായിരുന്നു, ഇന്നൊരു കാഷ്വൽ ഡേ ആയിരുന്നു. അപ്പോൾ കാഷ്വൽ, സാധാരണമായതിനെയാണ് നമ്മൾ കാഷ്വൽ എന്ന് പറയുക. കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പറയും അല്ലേ, പതുക്കെ കഴിക്കി ഭക്ഷണം എന്ന് പറയില്ലേ. അപ്പോൾ പതുക്കെ എന്നുള്ളത് നമുക്കറിയാം സ്ലോ ആയിട്ട് അല്ലേ, സ്ലോ. അപ്പോൾ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ സ്ലോ ആയിട്ട് കഴിക്കി, സ്ലോലി കഴിക്കി, സ്വോളോ ചെയ്യി, സ്വോളോ വിഴുങ്ങുക എന്നുള്ളതിനാണ് സ്വോളോ എന്നുള്ള അർത്ഥം വരുന്നത് കേട്ടോ. പതുക്കെ സ്വോളോ ചെയ്താൽ മതി,
പതുക്കെ ഇറക്കിയാൽ മതി അല്ലെങ്കിൽ പതുക്കെ വിഴുങ്ങിയാൽ മതി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ആ ഗുളിക അങ്ങടെ ഇറക്ക് നീ, ആ ഗുളിക സ്വോളോ ചെയ്യ്, സ്വോളോ എന്നുള്ള വാക്ക് മറക്കണ്ട. എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് അവൾ വരുന്നു ഞാൻ കണ്ട. അവൾ ഇത്ര സഡൻ ആയിട്ട് വരും, എടുത്തോ പിടിച്ചോ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് സഡൻ എന്നുള്ളത് വരുന്നത്. ഇത്രയും പെട്ടെന്ന് നീ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കല്ലേ, ഇത്രയും സഡൻ ആയിട്ട് നീ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കല്ലേ. അപ്പോൾ സഡൻ, പെട്ടെന്ന്. എന്താ എന്നെ വിശ്വാസം ഇല്ലേ? വിശ്വാസം അതൊരു ഭയങ്കര വാക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ നിനക്ക് എന്താ എന്നെ ട്രസ്റ്റ് ഇല്ലേ? നീ ഞാൻ പറയുന്നത് വിശ്വസിക്കണില്ലേ? നീ ഞാൻ പറയണത് ട്രസ്റ്റ് ചെയ്യണില്ലേ? നീ എന്നെ വിശ്വസിക്കണില്ലേ? നീ എന്നെ ട്രസ്റ്റ് ചെയ്യണില്ലേ? അപ്പോൾ ട്രസ്റ്റ്, വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രസ്റ്റ്. ആ മരുന്നിൻ്റെ കുപ്പി നന്നായിട്ട് കുലുക്കിട്ടാ കുടിക്കണതിന് മുമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ നന്നായി കുലുക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഷെയ്ക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ആ മെഡിസിൻ്റെ ബോട്ടിൽ നന്നായി ഷെയ്ക്ക് ചെയ്യ്. മെഡിസിൻ, മരുന്ന് വാങ്ങിക്കാൻ പോവാണ്, മെഡിസിൻ വാങ്ങാൻ പോവാണ്. ബോട്ടിൽ, കുപ്പി. ഓക്കെ, കുപ്പി, ബോട്ടിൽ. നന്നായി കുലുക്ക്, നന്നായി ഷെയ്ക്ക് ചെയ്യ്. ഓക്കെ, അപ്പോൾ മരുന്ന്, മെഡിസിൻ, ബോട്ടിൽ, കുപ്പി. കുലുക്കുക, ഷെയ്ക്ക് ചെയ്യുക. നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പ് നന്നായി ഷെയ്ക്ക് ചെയ്യണം കേട്ടോ. നെയിൽ പോളിഷ് ഒക്കെ ഇടുമ്പോൾ ക്യൂടെക്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ? നെയിൽ പോളിഷ് നന്നായി കുലുക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പം നെയിൽ പോളിഷ് നന്നായി കുലുക്കിയിട്ട് അപ്ലൈ ചെയ്യണം, ഇടുക, അപ്ലൈ ചെയ്യുക. ഞാൻ മൈലാഞ്ചി ഇടാൻ പോവുക, ഞാൻ മൈലാഞ്ചി അപ്ലൈ ചെയ്യാൻ പോവുക. അപ്ലൈ. ഞാൻ മേക്കപ്പ് ഇടാൻ പോവാണ്, ഞാൻ മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇടുക, അപ്ലൈ ചെയ്യുക. അത് ഭയങ്കര പേര് കേട്ട സ്ഥലമാണേ. പേര് കേട്ട, പ്രശസ്തമായ എന്നുള്ളതിന് നമ്മൾ ഏത് ഉപയോഗിക്കും? ഫേമസ് അല്ലേ? അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഫേമസ് എന്നുള്ള വാക്ക് നമുക്കൊക്കെ പലർക്കും അറിയാം, പക്ഷേ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കണം. നമ്മൾ നിത്യേന യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ തലോണ. വീട്ടിൽ ഈ തലോണേനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? പില്ലോ. ആ പില്ലോ എടുക്ക്, അല്ലെങ്കിൽ ആ പില്ലോ കവർ എടുക്ക്. തലോണ തുണി അല്ലെങ്കിൽ തലോണയുടെ കവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ പില്ലോ കവർ എന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്കറിയാം അല്ലേ ബ്ലാങ്കറ്റ് എന്താണെന്നും ബെഡ്ഷീറ്റ് എന്താണെന്നൊക്കെ. ഇതിനെ നമ്മൾ വിരി, പുതപ്പ് എന്നൊക്കെ പറയാതെ ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് എന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ്സ് മതി. ഇത് നമ്മൾ ഡെയിലി ലൈഫിലൊന്ന് യൂസ് ചെയ്യട്ടോ. അതുപോലെ നമ്മൾ പാവാടേനെ എന്താ പറയുക? സ്കേർട്ട് എന്ന് പറയും അല്ലേ, സ്കേർട്ട്. അതുപോലെ നമ്മൾ അടിപ്പാവാട എന്ന് പറയില്ലേ, സാരിയുടെ കൂടെയൊക്കെ നമ്മൾ എടുക്കുന്ന സാരിയുടെ അടിയിൽ, അതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? അണ്ടർസ്കേർട്ട്, അണ്ടർസ്കേർട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു പഠിക്കുക. ഒരുപാട് വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കുള്ളൂ. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്യുന്നവരായിരിക്കും അല്ലേ. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നമ്മളത് കഴിക്കുന്നുണ്ടാവും. എല്ലാവരും കുക്ക് ചെയ്യണമെന്നില്ലേ, പക്ഷെ കഴിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഫ്രൂട്ട്സിൻ്റെയും, എല്ലാ ഫ്രൂട്ട്സിൻ്റെയും അല്ല, ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെയല്ല, നമ്മൾ നിത്യേന യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ് പഠിച്ചു വയ്ക്കുക. പഴത്തിന് ബനാന എന്ന് തന്നെ പറയുക. അതുപോലെ മാതള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ പൊമഗ്രാനേറ്റ് എന്ന് പറയുക. അതുപോലെ നമ്മളുടെ പച്ചക്കറികളുടെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ലേഡീസ് ഫിംഗർ, ഡ്രം സ്റ്റിക്ക്, അനിയൻ, ടൊമാറ്റോ. അപ്പോൾ ഇതെല്ലാം ജിഞ്ചർ, ഗാർലിക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുക. എന്താണ് വെളുത്തുള്ളി? ഗാർലിക്. എന്താണ് ഇഞ്ചി? ജിഞ്ചർ. അതുപോലെ വേപ്പിലേനെ എന്താ നമ്മൾ പറയുക? കറി ലീവ്സ്, കറി ലീവ്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വേസ്റ്റ് ഇടുന്ന കൊട്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും? വേസ്റ്റ് ബാസ്ക്കറ്റ്, അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ, അല്ലെങ്കിൽ ട്രാഷ് എന്ന് പറയാം. ഇന്നത്തെ ക്ലാസ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇങ്ങനത്തെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.